എല്ലാവർക്കും നമസ്കാരം. നോ ഇൻ ദ ബൈബിൾ എന്ന എപ്പിസോഡിൽ ഇന്ന് നമ്മൾ സംസാരിക്കുവാനായിട്ട് പോകുന്നത് ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നാണ്. അപ്പോൾ ഈ ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 3 അധ്യായങ്ങൾ മാത്രമേ അതിനകത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ റൈറ്റർ എന്ന് പറയുന്നത് ഈ ഹബക്കൂക്ക് പ്രവാചകൻ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഇതിവൃത്തം എന്ന് പറയുന്നത് അതിൻ്റെ 1ഉം 2ഉം അധ്യായങ്ങളിൽ പ്രവാചകനും ദൈവവുമായിട്ടുള്ള സംഭാഷണവും ദൈവത്തിൻ്റെ മറുപടിയും നമ്മൾക്കവിടെ കാണാം. അപ്പോൾ ഈ 2 ദൈവത്തിൻ്റെ മറുപടികൾ ലഭിച്ചതിന് ശേഷം 3ാമത്തെ അധ്യായത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ അത് ഹബക്കൂക്ക് പ്രവാചകൻ്റെ ഒരു പ്രാർത്ഥനാ ഗീതം എന്ന് പറഞ്ഞിട്ടാണ് ആ 3ാമത്തെ അധ്യായം അവസാനിക്കുന്നത്. എന്ന് വെച്ചാൽ ആ 1ഉം 2ഉം അധ്യായങ്ങളിൽ ദൈവവുമായിട്ടുള്ള സംഭാഷണം കഴിഞ്ഞപ്പോൾ ഈ ഹബക്കൂക്ക് എന്ന് പറയുന്ന പ്രവാചകന് മനസ്സിലായി, ഞാൻ ആരാധിക്കുന്ന ദൈവം ആരാണ് എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷമുള്ള പ്രാർത്ഥനാ ഗീതമാണ് 3ാമത്തെ അധ്യായത്തിനകത്ത് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയാമല്ലേ. അതിനകത്തെ ഒരു വാക്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഏതാണ്? 2ാം അധ്യായത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ അവിടെ ഉണ്ട്. എന്താ എഴുതി വെച്ചിരിക്കുന്നത്? നീ ദർശനം എഴുതുക, ഓടിച്ചു വായിക്കുവാൻ തക്കവണ്ണം പലകയിൽ തെളിവായി വരച്ചു വെക്കുക എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. നമ്മൾ ഒരുപാട് അതിനെക്കുറിച്ച് പ്രസംഗങ്ങൾ കേട്ടതാണ്. ഒരുപാട് നമ്മൾ അതിനെക്കുറിച്ച് ധ്യാനിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്നത് അല്ലേ. എല്ലാവർക്കും തന്നെ ആ ഒരു വാക്യം വളരെ വ്യക്തമായിട്ട് അറിയാം. എന്നാൽ ഇതിൻ്റെ 1ാമത്തെ അധ്യായത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ ഈ ഹബക്കൂക്ക് പ്രവാചകൻ ദൈവത്തോട് ചോദിക്കുകയാണ്, ദൈവമേ, ഈ ലോകത്തിൽ നടക്കുന്ന അനീതികൾ, ആക്രമണങ്ങളൊന്നും അങ്ങ് കാണുന്നില്ലേ? ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ സംഭവിക്കുന്നത് നീതിമാനെ എല്ലാവരും ചവിട്ടി മെതിക്കുകയാണ്. നീതിമാന് യാതൊരു നീതിയും ലഭിക്കുന്നില്ല. അതായത് ഈ ക്രൂരരായ മനുഷ്യരും നീതിരഹിതരായ മനുഷ്യരും ഈ പാവപ്പെട്ട ജനത്തെ ഇങ്ങനെ പീഡിപ്പിക്കുകയാണ്. എന്നിട്ട് അങ്ങ് മിണ്ടാതെ ഇരിക്കുകയാണോ എന്നാണ് പ്രവാചകൻ ചോദിക്കുന്നത്. നീ എത്രത്തോളം മിണ്ടാതിരിക്കും? നീ എത്രത്തോളം മൗനമായിട്ടിരിക്കുമെന്നാണ് പ്രവാചകൻ അവിടെ ആരോട് ചോദിക്കുന്നത്? ദൈവത്തോട് ചോദിക്കുന്നത്. അപ്പോൾ അവിടെ ദൈവം മറുപടി കൊടുക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ അതിനെ സന്ദർശിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു രാജാവ് യഹൂദയെ അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തിനെ, ദൈവത്തിൻ്റെ ജനത്തെ ഇങ്ങനെ ഭയങ്കരമായിട്ട് പീഡിപ്പിക്കുന്നതിനെ കുറിച്ചാണ് പ്രവാചകൻ ചോദിക്കുന്നത് എന്നാണ് വചന പണ്ഡിതന്മാരൊക്കെ പറയുന്നത്. അത് കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് ചിലർ പറയുന്നത് നമ്മുടെ ബാബിലോൺ പ്രവാസകാലത്ത് യഹൂദയാണ് ബാബിലോണിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ ഈ ബാബിലോൺ പ്രവാസകാലത്ത് ബാബിലോണിൽ ഇസ്രായേൽ മക്കൾ അല്ലെങ്കിൽ യഹൂദ മക്കൾ അനുഭവിക്കേണ്ടി വന്ന ആ കഷ്ടങ്ങളുടെയും ദുരിതങ്ങളുടെയും ഞെരുക്കങ്ങളുടെയും ഇടയിൽ കിടന്നുകൊണ്ടാണ് പ്രവാചകൻ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്ന് ഒരു കൂട്ടം വചന പണ്ഡിതർ പറയുന്നുണ്ട്. അപ്പോൾ അതെന്തുമാകട്ടെ, അപ്പോൾ നമ്മൾക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത് പ്രവാചകന്റെ ക്വസ്റ്റ്യനാണ്. എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ മക്കളെ, ദൈവത്തെ ആരാധിക്കുന്ന ജനങ്ങളെ അല്ലെങ്കിൽ നീതിമാന്മാരായ മക്കളെ ഇതുപോലെ ഈ ക്രൂരരായ മക്കൾ ഇതുപോലെ ഇങ്ങനെ ആക്രമിക്കുമ്പോൾ ദൈവം എന്താ മിണ്ടാതിരിക്കുന്നത്? അങ്ങ് എത്രത്തോളം മിണ്ടാതിരിക്കും? അങ്ങ് എന്താ എഴുന്നേൽക്കാത്തതെന്ന് പ്രവാചകൻ ദൈവത്തോട് മുഷിഞ്ഞ് ചോദിക്കുകയാണ് എന്ന് തന്നെ നമ്മൾക്ക് പറയാം. അവിടെ ദൈവം പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ വെളിപ്പെട്ട് വരും, ദൈവം അവരെ നശിപ്പിക്കുമെന്നുള്ളതൊക്കെ അവിടെ പറയുന്നുണ്ട്. പക്ഷേ ആ 1ാമത്തെ അധ്യായത്തിലെ ക്വസ്റ്റ്യനകത്തും അതിനകത്തുനിന്ന് ലഭിക്കുന്ന ആൻസറിനകത്തും ഈ പ്രവാചകൻ തൃപ്തനല്ല. എന്നിട്ട് 2ാമത്തെ അധ്യായത്തിനകത്ത് ഇദ്ദേഹം വീണ്ടും ഇങ്ങനെ ആ പ്രാർത്ഥനാ മുറിയിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ഒരു വ്യക്തമായ മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അന്നേരമാണ് ദൈവം വ്യക്തമായൊരു മറുപടി അങ്ങോട്ട് കൊടുക്കുന്നത്. 2ാം അധ്യായത്തിനകത്തോട്ട് അവിടെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. എന്താ പറഞ്ഞു വെച്ചിരിക്കുന്നത്? നീ ദർശനം എഴുതുക, ഓടിച്ചു വായിക്കുവാൻ തക്കവണ്ണം അത് പലകയിൽ തെളിവായി വരയ്ക്കുക. ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും നിശ്ചയമെന്നും പ്രവാചകനോട് ദൈവം അവിടെ ഉറപ്പ് കൊടുക്കുകയാണ്. എന്ന് വെച്ചാൽ ദൈവം വെറുതെ ഒന്നും പറയുന്ന ദൈവമല്ല. ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവം ഒരു ദർശനം തന്നിട്ടുണ്ടെങ്കിൽ, ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിറവേറ്റുന്ന ദൈവമാണ്. അല്ലാതെ മനുഷ്യരെ പോലെ വാക്കുമാറുന്ന ദൈവമല്ല. ദൈവം അത് വ്യക്തമായിട്ട് നിറവേറ്റി തരുമെന്ന് ദൈവം പ്രവാചകർ അവിടെ ഉറപ്പ് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഉറപ്പ് കിട്ടിക്കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത വാക്യത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ 2ാം അധ്യായം 2ാമത്തെ വാക്യത്തിനകത്താണ് ഇത് കിടക്കുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ 3, 4, 4, 5 ഒക്കെയുള്ള വാക്യത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ അവിടെ ഒരു വലിയൊരു സെൻറ്റൻസ്, ഒരു വലുതെന്നല്ല, ഒരു ചെറിയ സെൻറ്റൻസ് വളരെ അർത്ഥവത്തായത് അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. എന്താ എഴുതി വെച്ചിരിക്കുന്നത്? നമ്മൾക്കെല്ലാം അറിയാമല്ലേ, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾക്കറിയാം. റോമാലേഖനത്തിനകത്തോട്ടൊക്കെ വന്നു കഴിയുമ്പോൾ ഈ ഒരു വാക്യത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് അധ്യായങ്ങളിൽ മുഴുവൻ കിടക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾക്കറിയാം, പുതിയ നിയമ ലേഖനങ്ങൾക്കകത്ത്
പുസ്തകത്തിനകത്ത് വിശ്വാസത്തെക്കുറിച്ചാണ് അവിടെ എഴുത്തുകാർ മുഴുവൻ എഴുതി വെച്ചിരിക്കുന്നത് അല്ലേ. പൗലോസ് എന്താ പറയുക, ഭയങ്കരമായിട്ട് ഊന്നൽ കൊടുത്തിരിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? വിശ്വാസത്തെക്കുറിച്ചാണ്. എന്ന് വെച്ചാൽ വിശ്വാസം ഇല്ല എങ്കിൽ ഒരു ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞിരിക്കുന്നതിനകത്ത് അർത്ഥമില്ല എന്നും വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പഴയ നിയമത്തിലും അങ്ങനെ തന്നെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഹബക്കൂക്ക് പ്രവാചകനോടും ദൈവം പറയുകയാണ്, എന്താ? വിശ്വാസത്താൽ ഒരു നീതിമാൻ ജീവിച്ചിരിക്കേണ്ടതെന്നും വിശ്വാസത്താൽ ജീവിച്ചിരിക്കണം. ദൈവം പറഞ്ഞത് ദൈവം പ്രവർത്തിക്കുമെന്ന് നീ വിശ്വസിക്കണം. അതവിടെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഓർക്കുക, നമ്മളുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മളും ദൈവത്തോട് പലപ്പോഴും ചോദിക്കുന്ന, ദൈവമേ എന്താ ദൈവമേ, ഞാൻ ഈ കടന്നു പോകുന്ന അവസ്ഥകൾ അങ്ങ് കാണുന്നില്ലേ? ഞാൻ കടന്നു പോകുന്ന നീതി നിഷേധത്തിൻ്റെ അവസ്ഥകൾ അങ്ങ് കാണുന്നില്ലേ? ഞാൻ കടന്നു പോകുന്ന അവസ്ഥകളൊക്കെ കൂടെ ദൈവം കണ്ടിട്ട് മിണ്ടാതിരിക്കുകയാണോ? എന്നെ പീഡിപ്പിക്കുന്നവർ, എന്നെ ദ്രോഹിക്കുന്നവർ, അവരൊക്കെ നന്നായിട്ട് ജീവിക്കുന്നു. നമ്മളെപ്പോഴും ദൈവത്തോട് ചോദിക്കുമല്ലേ, ഇത്രയും ദുഷ്ടത്തരം കാണിച്ചിട്ടും അവരൊക്കെ ആണ്ട് നല്ല മിടുക്കരായിട്ട് നടക്കുന്നു. ദൈവത്തെ ആരാധിച്ചിട്ട് ഉപവസിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് നമ്മളാണ്ട് ഇങ്ങനെ ഇരിക്കുന്നുവെന്ന് നമ്മളെപ്പോഴും പരാതി പറയുന്നതല്ലേ. ഇതും അതുപോലെ തന്നെയായിരുന്നു. ഹബക്കൂക്ക് എന്ന് പറയുന്ന പ്രവാചകൻ ദൈവത്തോട് ചോദിച്ചു. മുഷിപ്പ് വരുമ്പോഴാണ് നമ്മുടെ ദൈവത്തോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതല്ലേ. എന്ന് വെച്ചാൽ നമ്മൾ സഹിച്ചു മടുത്തു, അന്നേരം നമ്മുടെ ദൈവത്തോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, എന്താ ദൈവമേ, എന്താ ദൈവമേ, അങ്ങ് മിണ്ടാതിരിക്കുകയാണോ? അങ്ങ് മിണ്ടാതിരിക്കുകയാണ്, അങ്ങ് ഇത് കാണുന്നില്ലേ എന്ന് നമ്മളും പലപ്പോഴും ദൈവത്തോട് ചോദിക്കും. നമ്മളുടെ അവസ്ഥകളുടെ ആ ഒരു മൂർധന്യാവസ്ഥയിൽ നിന്ന് കഴിയുമ്പോൾ നമ്മളും ദൈവത്തോട് ചോദിക്കും, ദൈവമേ എന്തുകൊണ്ടാണ് അങ്ങ് മൗനമായിരിക്കുന്നതും? അങ്ങ് ഇത് കാണുന്നില്ലേ? അങ്ങ് എന്തുകൊണ്ടാണ് അവരെ ഇങ്ങനെ വളരുവാൻ അനുവദിക്കുന്നതും? ദുഷ്ടനെ ദൈവം പന പോലെ വളർത്തുന്നത് എന്തുകൊണ്ടാണ്? ഞങ്ങളെ ദ്രോഹിക്കുന്നത്, ഞങ്ങളിങ്ങനെ കഷ്ടം അനുഭവിക്കുന്നതും, ഞങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെടുന്നത് ദൈവം കാണുന്നില്ലേ എന്ന് നമ്മളും ദൈവത്തോട് പലപ്പോഴും ചോദിക്കും. അപ്പോൾ ദൈവത്തിന് പറയുവാനുള്ള ഒരൊറ്റ മറുപടിയുള്ളൂ, ദൈവം പ്രവർത്തിക്കും. ദൈവം എപ്പോഴാണ് പ്രവർത്തിക്കുന്നത്? ദൈവത്തിന് അറിയാവുന്ന, ദൈവത്തിൻ്റെ തക്ക സമയത്ത് ദൈവം പ്രവർത്തിക്കും. നമ്മൾ വിചാരിക്കും എപ്പോൾ പ്രവർത്തിക്കണം. അല്ലല്ലല്ലല്ല, അവനെ ദൈവം കുറച്ചങ്ങോട്ട് വിടും. എന്തിനാ? കുറച്ച് അവനിങ്ങനെ ദുഷ്ടൻ കോൺഫിഡൻസിൽ അങ്ങോട്ട് പോകും. ഞാൻ ഇത്രയും ദുഷ്ടത്തരം ചെയ്തിട്ട്, ഞാൻ ഇത്രയും നീതി നിഷേധം നടത്തിയിട്ട്, ഞാൻ ഇത്രയും മറ്റുള്ളവരെ പീഡിപ്പിച്ചിട്ട് എനിക്ക് ഒരു പ്രശ്നവും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് അവനവൻ്റെ കോൺഫിഡൻസിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തി നിൽക്കുമ്പോഴായിരിക്കും ദൈവത്തിൻ്റെ അടി വരുന്നത്. അപ്പോൾ എന്താണ്? പിന്നെ അവൻ എഴുന്നേൽക്കത്തില്ല. അങ്ങനെയാണ് നമ്മൾക്ക് ഇതിനകത്ത് കാണുവാനായിട്ട് കഴിയുന്നത്. ബാബിലോൺ പ്രവാസത്തിൻ്റെ കാലത്തും അങ്ങനെ തന്നെയാണ്. ബാബിലോൺ 70 സംവത്സരം നീണ്ടു നിന്ന ഒരു വലിയ പ്രവാസകാലമായിരുന്നു യഹൂദ മക്കളുടെ ജീവിതത്തിൽ. ബാബിലോൺ പ്രവാസം എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാലം എന്നാണ് അതിനെ ബൈബിൾ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ആ അത്രയും വലിയ പ്രശ്നങ്ങളുടെ നടുവിലൂടെ ആ മക്കളെ കടന്നുപോയപ്പോൾ അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല തങ്ങൾക്കൊരു വിടുതലുണ്ടാകുമെന്നും യഹൂദ മക്കൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം എന്താണ്? ഈ ബാബിലോൺ സാമ്രാജ്യം എന്ന് പറയുന്നത് അത്രയും വലുതാണ്, അത്രയും ശക്തമായ ബാബിലോൺ സാമ്രാജ്യമാണ്. കാരണം ചുറ്റുവട്ടത്തുള്ള ആൾക്കാരെയൊക്കെ, രാജ്യങ്ങളെയൊക്കെ പിടിച്ചടക്കിയിട്ട് ബാബിലോണിലെ രാജാവ് ഇങ്ങനെ അഹങ്കാരത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ ഇങ്ങനെ വിഹരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ദൈവത്തിൻ്റെ അടി വരികയും ഈ ദൈവത്തിൻ്റെ സ്വന്തം ജനം, യഹൂദ എന്ന് പറയുന്നത് ഇച്ചിരി പേരേ ഉള്ളൂ, അവരെ ദൈവം അങ്ങ് എടുക്കുക മാത്രമല്ല ബാബിലോൺ പ്രവാസത്തിൻ്റെ ബാബിലോണിൻ്റെ ആ ഒരു സാമ്രാജ്യത്തെ മുഴുവൻ ദൈവം തകർത്ത് കളഞ്ഞു. പിന്നെ അവരൊരിക്കലും എഴുന്നേറ്റിട്ടില്ല. പിന്നെ ബാബിലോൺ എഴുന്നേറ്റ ചരിത്രമില്ല. ബൈബിളിനകത്ത് നമ്മൾക്കത് വ്യക്തമായിട്ട് കാണാം. പിന്നെ ലോക ചരിത്രത്തിൽ ബാബിലോൺ അതുപോലെ പ്രതാപത്തോടെ എഴുന്നേറ്റിട്ടില്ല. അതിനെ ദൈവം തകർത്ത് കളഞ്ഞു. അവിടെയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം പ്രവാചകന് 2-ാമത്തെ അധ്യായത്തിനകത്തോട്ട് ദൈവം അങ്ങ് വ്യക്തമായിട്ട് അങ്ങ് വെളിപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് പറയുകയാണ്, പ്രവാചകനോട് പറയുക, നീ ദർശനം എഴുതി വെക്കും. എന്തിനാ എഴുതി വെക്കുന്നത്? എഴുതി വെക്കുക എന്ന് പറഞ്ഞാൽ കേൾക്കുന്നത് പോലെയല്ല. എഴുതി വെച്ച് കഴിയുമ്പോൾ അത് തെളിവായിട്ടങ്ങ് നിൽക്കുകയാണ്. അത് തെളിവാണ്. അതാ ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. തെളിവായിട്ട് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, അത് തെളിവായിട്ട് വെക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് തെളിവാണ്, ദൈവം പറഞ്ഞതിൻ്റെ തെളിവാണ്. അപ്പോൾ ഇത് നമ്മൾക്കും തരുന്ന സന്ദേശം എന്താണ്? ദൈവം നമ്മളോട് പറയുന്ന വാഗ്ദത്തങ്ങളും ദൈവം നമ്മൾക്ക് തരുന്ന ദർശനങ്ങളും എഴുതി വെച്ച് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ മനസ്സിലായോ? അത് തെളിവായിട്ട് നിൽക്കുക. ദൈവവും നമ്മളും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിൻ്റെ തെളിവായിട്ട് അവിടെ നിൽക്കുക. ദൈവം നമ്മളോട് പറഞ്ഞതിൻ്റെ തെളിവായിട്ടായി എഴുതി വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ എഴുതി വെക്കുന്ന പ്രാർത്ഥന ജീവിതത്തിൽ ഇല്ലാത്തവർ തുടങ്ങിക്കോണം കേട്ടോ, എഴുതി വെച്ചോണം ദൈവം പറയുന്ന വാഗ്ദത്തങ്ങൾ. പിന്നെ നമ്മൾ വിചാരിക്കണം, ഇന്നത്തെ പ്രവാചകന്മാർ സ്വന്തം ബുദ്ധി കൊണ്ട് പ്രവചിക്കുന്നവരും ഉണ്ട് കേട്ടോ.
പക്ഷേ ഞാൻ പറയുന്നത് ദൈവം പറഞ്ഞ പ്രവചനത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ അഭിഷേകത്തിനിലൂടെ പറഞ്ഞിരിക്കുന്ന പ്രവചനമാണെങ്കിൽ അത് നിറവേറുക തന്നെ ചെയ്യും. ഇനി നമ്മൾ വിചാരിക്കും ഇതെങ്ങനെ തിരിച്ചറിയും? ഇതെങ്ങനെ തിരിച്ചറിയുന്നതിന് ഒരു ഒറ്റ സിമ്പിളായിട്ടുള്ളൊരു വേ പറഞ്ഞു തരാം. എന്താണെന്നറിയാമോ? ഇത് മറ്റൊരാളിലും കൂടെ ദൈവം നമ്മളോട് ഇടപെടും. എന്ന് വെച്ചാൽ നമ്മൾക്ക് ദൈവം കൺഫർമേഷൻ തരും. ഒരാൾ മാത്രമല്ല, രണ്ടുപേരും ഒരേ പ്രവചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചു ഇതാരാ പറഞ്ഞിരിക്കുന്നത്? ദൈവം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നുണ്ടല്ലേ. രണ്ടുപേര് ഒരു കാര്യം ഉറപ്പായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കുന്ന കാര്യം തന്നെ. അത് യഹോവയാം ദൈവം പറഞ്ഞത്, അത് ഉറപ്പിക്കാമെന്നും ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഓർക്കുക, ഒരാളിലൂടെ നമ്മൾ കേട്ട പ്രവചനം തന്നെ റിപ്പീറ്റഡ് ആയിട്ട് അടുത്തൊരു പ്രവാചകനിലൂടെയും കേൾക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചു ഇതാര് പറഞ്ഞിരിക്കുന്നതാ? ദൈവം പറഞ്ഞിരിക്കുന്നതാ. ഇനി അതല്ല എങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ദൈവം നമ്മൾക്ക് കൺഫർമേഷൻസ് തരും. ഓക്കെ, അപ്പോൾ അങ്ങനെ ദൈവം നമ്മൾക്ക് കൺഫർമേഷൻ തന്നിരിക്കുന്ന പ്രവചനങ്ങൾ, നമ്മൾ കേട്ട പ്രവചനങ്ങൾ നമ്മൾ എഴുതി വെച്ചുകൊള്ളുക. എന്നിട്ട് എഴുതി വെച്ച് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ എന്താണ് അത് സംഭവിച്ചിരിക്കുമെന്ന് ഇവിടെ പ്രവാചകന് ദൈവം ഉറപ്പ് കൊടുത്തിരിക്കുക. അപ്പോൾ ആ ഉറപ്പ് ആർക്ക് വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്? നമ്മൾക്ക് വേണ്ടിയും കൂടിയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എഴുതി വെക്കണം. എഴുതി വെച്ച് കഴിയുമ്പോൾ അത് തെളിവായിട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഈ തെളിവുള്ളത് മായ്ച്ചു കളയാൻ പറ്റത്തില്ല. അപ്പോൾ ദൈവം എന്താ പറയുക, മനുഷ്യനല്ല അല്ലേ? മനുഷ്യനല്ല ദൈവം. ദൈവം വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാണ്. ദൈവം ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഉവ്വ് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അതിന് ഇല്ല എന്ന് വരത്തില്ല. ഇല്ല എങ്കിൽ ഇല്ല എന്ന് പറയും, ഉവ്വ് എങ്കിൽ ഉവ്വ് എന്ന് പറയുന്ന ദൈവമാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ, നമ്മുടെ പ്രാർത്ഥന റിക്വസ്റ്റുകളൊക്കെ നമ്മൾ എഴുതി വെക്കണം. അപ്പോൾ എഴുതി വെച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ, അതിനകത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി വേഗത്തിൽ വെളിപ്പെടുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൽ വിശ്വസിക്കുന്നവരായിരിക്കണം. ദൈവം പറഞ്ഞ വാഗ്ദത്തം നമ്മൾ അല്ലേ, ചില വാഗ്ദത്തങ്ങളൊക്കെ കേട്ടുപോയി എൻ്റെ കർത്താവ് ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്നും നമ്മൾ ദൈവത്തോട് ചോദിക്കും. കാരണം ആ ഒരു സിറ്റുവേഷനിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പക്ഷേ അവിടെയും ദൈവം പറയുക, വിശ്വാസത്താലാണ് നീ ജീവിക്കേണ്ടത്. നീതിമാൻ എന്തിലാണ് ജീവിക്കേണ്ടത്? വിശ്വാസത്തിലാണ് ജീവിക്കേണ്ടത്. അല്ലാതെ മറ്റുള്ളവരുടെ നിന്റെ സാഹചര്യം നോക്കിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അഭിപ്രായം നോക്കിയിട്ടോ അല്ല നീ ജീവിക്കേണ്ടത്. നീ ജീവിക്കേണ്ടത് ഏതിലാണ്? ഒരു ക്രിസ്ത്യാനിയുടെ അല്ലെങ്കിൽ ഒരു വിശ്വാസിയുടെ ജീവിതം എന്ന് പറയുന്നത് വിശ്വാസത്തിൽ, ദൈവത്തിലുള്ള വിശ്വാസത്തിൽ അധിഷ്ഠിതമായിരിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങളും നമ്മളുടെ പ്രാർത്ഥന റിക്വസ്റ്റുകളൊക്കെ നമ്മുടെ ദൈവത്തിൻ്റെ ആ ഒരു വചനത്തിനകത്ത് അങ്ങ് എഴുതി വെച്ചുകൊടുക്കുക. അത് തെളിവായിട്ട് ദൈവം എടുത്ത് നമ്മൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുവാനായിട്ട് ഇടയാകും. ചുമ്മാ എഴുതി വെക്കുകയല്ല, നമ്മൾ എഴുതി വെക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ നമ്മളുടെ വിശ്വാസം വ്യാപരിക്കണം. അപ്പോൾ വിശ്വാസം വ്യാപരിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? അത് ദൈവം ചെയ്യും. എത്രയാണെങ്കിലും ദൈവം ചെയ്യും. അത് വൈകിയെന്ന് നമ്മൾക്ക് തോന്നിയാലും അത് വരും. കാരണം ദൈവത്തിൻ്റെ സമയത്ത് ദൈവം അത് പ്രവർത്തിച്ച് നമുക്ക് വെളിപ്പെടുത്തി തന്ന് നിറവേറ്റി തന്ന് നമ്മളെ വിടുവിച്ചെടുക്കുന്ന ഒരു ദൈവമാണ്. നമ്മളെ പീഡിപ്പിക്കുന്ന, നമ്മൾക്കെതിരെ നിൽക്കുന്ന ശത്രുവിനെ നിലംപരിച്ചാക്കി നമ്മൾക്ക് ജയം തരുന്ന ഒരു ദൈവവും കൂടിയാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. ഓക്കെ, ഇനി 3-ാമത്തെ അധ്യായത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ എന്താണ് അവിടെ? ഹബക്കൂക്ക് പ്രവാചകൻ്റെ പ്രാർത്ഥനാഗീതം എന്ന് വെച്ചാൽ ഹബക്കൂക്ക് പ്രവാചകന് മനസ്സിലായി, ഞാൻ ആരാധിക്കുന്ന ദൈവം, ഞങ്ങളെ വിളിച്ച ദൈവം, എന്നെ പ്രവാചകനാക്കി അഭിഷേകം ചെയ്ത് നിർത്തിയിരിക്കുന്ന ദൈവം ഒരു സാധാ മനുഷ്യൻ, എനിക്ക് കണ്ടു പരിചയമുള്ളതോ കേട്ട് പരിചയമുള്ളതോ അല്ല. ഈ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. അവന് വാക്ക് പറഞ്ഞാൽ അത് തന്നെ നിറവേറ്റുന്ന ദൈവമാണ്. അവിടുന്ന് മൗനമായിരിക്കുന്ന ദൈവമല്ല. ദൈവത്തിൻ്റെ ജനം പീഡയിൽ കൂടെ കടന്നു പോകുമ്പോൾ അവരെ ഇറങ്ങി വന്ന് വിടുവിക്കുകയും അവരെ പീഡിപ്പിച്ച ശത്രുവിനെ തകർത്ത് കളയുകയും ചെയ്യുന്ന ദൈവമാണെന്നുള്ള ഉറപ്പിൻ്റെ പുറത്ത് പ്രവാചകൻ എഴുതി വെച്ചിരിക്കുക ഒരു പ്രാർത്ഥനാഗീതം. എന്നിട്ട് പ്രവാചകൻ്റെ ഒരു ഫെയ്ത്ത് എത്രത്തോളം വന്നു എന്ന് നമ്മൾക്ക് അതിൻ്റെ അവസാന ഭാഗങ്ങളിലോട്ട് വന്നു കഴിയുമ്പോൾ കാണാം. അവിടെ പ്രവാചകൻ പറയുകയാണ്, എന്താണ്? അത്തിവൃക്ഷം തളിർക്കുകയില്ല, മുന്തിരിവള്ളിയിൽ ഫലമൊന്നും കാണത്തില്ല, പിന്നെ എന്താണ്? ഗോശാലകളിൽ കന്നുകാലികൾ കാണത്തില്ല, ആട്ടിൻ തൊഴുത്തിൽ ആടുകൾ കാണത്തില്ല, അതൊന്നും ഒരു ഫലവും തരത്തില്ല, എല്ലാം നശിപ്പിച്ചു പോകുന്ന അല്ലെങ്കിൽ എല്ലാം നശിച്ചു കിടക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഞാൻ ജീവിച്ചിരിക്കുന്നതെങ്കിലും ഞാൻ നിൽക്കുന്നതെങ്കിലും ഞാൻ എന്ത് ചെയ്യും? ഞാൻ എൻ്റെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. എന്തുകൊണ്ടാണ്? അവൻ എൻ്റെ ബലമാണ്. അതുമാത്രമാണോ? അവൻ എൻ്റെ കാലിനെ പേടമാൻകാൽ പോലെയാക്കി ഉന്നതികളിൽ എന്നെ നടക്കുമാറാക്കുമെന്ന് പ്രവാചകൻ അവിടെ അവസാനം എഴുതി വെച്ചിരിക്കുക. ഹേ പ്രവാചക, എവിടുന്നാണ് ഇത്രമാത്രം ഒരു ഫെയ്ത്ത് നിങ്ങൾക്ക് വന്നത്? അത് ദൈവം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ, ദൈവം ഉറപ്പ് കൊടുത്തു, എഴുതി വെച്ചോളാൻ പറഞ്ഞ ഒരു ഉറപ്പ് കൊടുത്തപ്പോൾ പ്രവാചകന് മനസ്സിലായി ദൈവത്തിൻ്റെ പ്രവർത്തികളെ ഇങ്ങനെ അങ്ങ് വർണ്ണിക്കുക. കാരണം പ്രവാചകൻ കണ്ടു. എനിക്ക് തോന്നുന്നതല്ല. അപ്പോൾ ഈ 3-ാമത്തെ ഇതെന്ന് പറയുന്നത് ചിലതൊക്കെ പ്രവാചകൻ കണ്ടു അല്ലേ, ചിലതൊക്കെ പ്രവാചകൻ അനുഭവിച്ചു. കണ്ണുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവർത്തികൾ കണ്ടിട്ടാണ് 3-ാമത്തെ ആ ഒരു അധ്യായം പ്രവാചകൻ
എഴുതിയതെന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അതാണ് വചന പണ്ഡിതന്മാരും അങ്ങനെ പറയുന്നുണ്ട്. ചിലതൊക്കെ നടന്നതിന് ശേഷമാണ് പ്രവാചകൻ ആ ഒരു വാക്യം പിന്നീട് അത് എഴുതിയതെന്നാണ് പറയുന്നത്. ഓക്കെ, എനിവേ എന്തായാലും അത്ര ഫെയ്ത്തോടെ പ്രവാചകൻ അത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം പ്രവാചകൻ ചിലതൊക്കെ കണ്ടു, ദൈവത്തിൻ്റെ പ്രവൃത്തി കണ്ടു, അത് അനുഭവിച്ചു, അതിനുശേഷമാണ് പ്രവാചകൻ അത് എഴുതിയതെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ഓർക്കുക, കാൽ എന്തുപോലെ ആക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് പേടമാൻ്റെ കാല് പോലെ ആക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പേടമാൻ്റെ പ്രത്യേകത എന്താ? പേടമാൻ എന്ന് പറഞ്ഞാൽ പെൺമാൻ. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താ? അതിന് ഭയങ്കര സ്പീഡാണെന്ന് പറയുന്നത്. മറ്റു മാനുകളെ അപേക്ഷിച്ച് ഈ പേടമാന് ഭയങ്കര സ്പീഡാണ്. ഇനി അതുകൂടാതെ നമ്മൾക്കറിയാം, നമ്മൾ ചില വീഡിയോകളിലൊക്കെ കണ്ടിട്ടില്ലേ, ഇംഗ്ലീഷുകാരുടെയൊക്കെ വീഡിയോകളിൽ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. അവരിങ്ങനെ ഈ വൈൽഡ് ആനിമൽസിൻ്റെയൊക്കെ ഒരു വീഡിയോ ഒക്കെ ഇങ്ങനെ ഇറക്കുന്ന സമയത്ത് അതിനകത്ത് നമ്മൾക്കറിയാം ഈ മാനുകൾ അല്ലേ, ഈ മാനുകൾ ഇങ്ങനെ നിരനിരയായിട്ടിങ്ങനെ ഈ പാറയുടെ ഇങ്ങനെ ഒരു പൊക്കത്തിലുള്ള പാറയുടെ ഒരു സൈഡിൽ കൂടി ഇങ്ങനെ പോകുന്ന കാണാം. അപ്പോൾ നമ്മൾ ശ്വാസം പിടിച്ചിരുന്ന അത് കാണുന്നത് എന്തിനാണ്? നമ്മൾ വിചാരിക്കും ഇത് ഇപ്പം താഴെ വീഴും. താഴെ ആരാ നിൽക്കുന്നത്? താഴെ ചിലപ്പോൾ പുലിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെന്നായോ എന്തെങ്കിലുമൊക്കെ അതിനെ പിടിച്ചുകൊണ്ട് പോകുന്ന തിന്നുന്ന എന്തെങ്കിലുമൊക്കെ താഴെ ഡേഞ്ചർ ആയിട്ടുള്ളത് ഉണ്ടാകും. അതിൽ നിന്ന് രക്ഷ നേടി ഇതിങ്ങനെ പോവുകയാണ്, അതിലേക്കൂടി ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കാലത്ര അങ്ങനെ ഷാർപ്പായിട്ടാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഏത് പ്രതിസന്ധിയിൽ കൂടെയും അതിന് നടന്നു പോകുവാനായിട്ട് ഓടിപ്പോകുവാനായിട്ട് അതിന് പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രവാചകൻ എൻ്റെ കാലം പേടമാൻ കാൽ പോലെ ആക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഏത് പ്രതിസന്ധിയുടെ നടുവിൽ കൂടെയും ദൈവം എന്നെ നടത്തും, എനിക്കൊരു ദോഷവും വരത്തില്ല. അവിടെയല്ലേ നമ്മൾ അവസാനം വരെ ശ്വാസം പിടിച്ചു കാണും, പക്ഷെ ഒന്നും സംഭവിക്കത്തില്ല. എന്താ? അത് നല്ല സേഫായിട്ട് പോകുന്ന കാണാം. കാരണം അതിന് സുരക്ഷിതമായിട്ടുള്ള രക്ഷപ്പെടുവാനുള്ള കാലം ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സൃഷ്ടാവ് അതിന് ഒരുക്കി കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇതുങ്ങളെയൊക്കെ സൃഷ്ടിച്ചത് ദൈവമാണ്. ദൈവം അതിന് ആ ഒരു സേഫായിട്ട് യാത്ര ചെയ്യുവാനുള്ള കാലം അതിന് ഒരുക്കി കൊടുത്തിരിക്കുന്ന ദൈവമാണ്. അപ്പോൾ ഓർക്കുക, ഇതേ ദൈവമാണ് അല്ലേ, ഇതിലപ്പുറമായിട്ടാണ് നമ്മളെ കരുതുന്ന ദൈവം. അതുകൊണ്ട് ഏത് പ്രതിസന്ധികളുടെ നടുവിലും ഒരു വിശ്വാസിക്ക് പിടിച്ചു നിൽക്കുവാനുള്ള ഫെയ്ത്ത് ആര് തന്നിട്ടുണ്ട്? ദൈവം തന്നിട്ടുണ്ട്. എന്താണ് ഫെയ്ത്ത്? ചുമ്മാതെയാണോ? അല്ല, ദൈവം നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ള ഉറപ്പ്. ഏത് ഡേഞ്ചറസ് സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോയാലും ദൈവം നമ്മളെ ഒരു ദോഷവും വരുത്താതെ ദൈവം നമ്മളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുമെന്നാണ് ഈ ഒരു വാക്യത്തിലൂടെ നമ്മൾക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് നമ്മൾ എന്താണ്? നമ്മളുടെ വിശ്വാസത്തിൽ നമ്മൾ ഉറക്കണം. നമ്മൾ വിശ്വസിക്കണം. ദൈവം നമ്മളെ തള്ളിക്കളയുന്ന ദൈവമല്ല. നമ്മളുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മളെ തള്ളിക്കളഞ്ഞിട്ട് മാറി നിൽക്കുന്ന ദൈവമല്ല. ദൈവമൊന്നും കാണാതെ ഇരിക്കുകയല്ല, അല്ലെങ്കിൽ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ ശക്തിയില്ലാതെ ഇരിക്കുകയൊന്നുമല്ല അല്ലെ. പലപ്പോഴും നമ്മൾക്ക് തോന്നും, ഇത്രയും ശക്തനായ എനിക്കെതിരെ നിൽക്കുന്ന ഈ ശത്രുവിനെതിരെ പോരാടുവാൻ ദൈവത്തിന് കഴിയുന്നില്ലേ, ദൈവത്തിന് ശക്തിയില്ലേ എന്നൊക്കെ പോലും നമ്മൾ പലപ്പോഴും ചോദിച്ചു പോകും. എന്നാൽ അങ്ങനെയല്ല. ദൈവം ശക്തിമാനായ ദൈവമാണ്. അവൻ ആലോചനയിൽ ഭയങ്കരനാണ്, പ്രവൃത്തിയിൽ ശക്തിമാനാണ്. അപ്പോൾ ആ ദൈവം എന്താണ്? ആ ദൈവം പ്രവർത്തിക്കും. നമ്മൾക്ക് തോന്നും പ്രവർത്തിക്കത്തില്ല എന്നല്ലേ. അല്ല, ദൈവം പ്രവർത്തിക്കും. ദൈവം മൗനമായിട്ടിരിക്കുകയല്ല. ദൈവത്തിനറിയാം. ദൈവം അത് ഇന്നലെ ഞാൻ പറഞ്ഞു അല്ലേ, എന്താണ്? പഴുതടച്ച ആ ഒരു ദൈവത്തിൻ്റെ ആ ഒരു പ്രൊട്ടക്ഷനെ കുറിച്ച് ഇന്നലെ ഞാൻ സംസാരിച്ചു അല്ലേ. അപ്പോൾ അത് ദൈവം എന്താണ്? ആ ഒരു പ്രൊട്ടക്ഷൻ ദൈവം ഒരുക്കുന്നത് പോലെ തന്നെയാണ് നമ്മളുടെ കാര്യത്തിൽ. ശത്രു നമ്മളുടെ മേൽ അറ്റാക്ക് ചെയ്യാത്ത വണ്ണം ദൈവം കണ്ണ് തുറന്ന് തന്നെയാണ് ഇരിക്കുന്നത്. ദൈവത്തിൻ്റെ കറക്റ്റ് സമയത്ത് ദൈവം നമ്മളെ രക്ഷിക്കുകയും ചെയ്യും, ശത്രുവിനെ തകർക്കുകയും ചെയ്യും. അതാണ് നമ്മളുടെ ഫെയ്ത്ത്. ആ ഒരു ഫെയ്ത്ത് നമ്മൾക്കുണ്ടാകുമ്പോൾ നമ്മളുടെ ആ വിശ്വാസത്തിൻ്റെ പുറത്ത് പ്രവർത്തിക്കുന്ന ദൈവവും കൂടെയാണ് നമ്മൾ ആരാധിക്കുന്ന ദൈവം. അതുകൊണ്ട് ഓർക്കുക, ദൈവം നമ്മളെ എന്ത് ചെയ്യത്തില്ല. ദൈവം നമ്മളെ വെറുതെ പറഞ്ഞയക്കുന്ന ദൈവമല്ല. അതുകൊണ്ട് എഴുതി വെക്കുക, നമ്മളുടെ പ്രാർത്ഥന റിക്വസ്റ്റുകൾ എഴുതി വെക്കുക. അതുപോലെ തന്നെ എന്താണ്? ദൈവം നമ്മളോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ എഴുതി വെക്കുക. നമ്മുടെ വിശ്വാസത്തിൽ ഉറയ്ക്കുക. ദൈവം എന്താണ്? എൻ്റെ കാല് പേടമാൻ കാൽ പോലെ ആക്കുന്ന ദൈവം, ഉന്നതികളിൽ എന്നെ നടക്കുമാറാക്കുന്ന ദൈവം എന്ന് വെച്ചാൽ ഒരു ഉയർച്ച ദൈവം എനിക്ക് വെച്ചിട്ടുണ്ട്. ആ ഒരു ഉയർച്ചയുടെ ഘട്ടത്തിലൂടെ ദൈവം എന്നെ കടത്തിവിടും. ഈ ഒരു ഉറപ്പ് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അപ്പോൾ ഈ വചനങ്ങളൊക്കെ പറഞ്ഞ് നമ്മളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാനാണ് ഈ ഒരു ബൈബിൾ സ്റ്റഡിയിലൂടെ ദൈവം നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത്. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.